പെട്ടി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വാവക്കുട്ടൻ ഒഫീഷ്യൽ. സോ വാവക്കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. വാവേ, നമ്മളിന്ന് എങ്ങോട്ട് പോവാ? എവിടെ പോവാ? എവിടെ പോവാ നമ്മള്? ടാറ്റ പോണോ? ടാറ്റ പോന്നോ? എങ്ങോട്ടാ? എങ്ങോട്ടാന്ന്? ഗൈസ്, അപ്പൊ ഞങ്ങള് ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. ഇന്ന് റെഡി ആവുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല. കാരണം എനിക്ക് ഈ ദിവസങ്ങളിലെല്ലാം ട്രെയിനിങ് ആയിരുന്നു ഗൈസ്. അപ്പോൾ രാവിലെ മുതൽ ഞാൻ എത്തുമ്പോൾ ഒരു 5 മണിയാവും. അപ്പോൾ ഇന്ന് വന്ന് 5 മണിയായി. ഈ മഹാനാണെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞ ഇവിടെ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്കൊന്നും എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനമൊക്കെ എടുത്ത് വെച്ചുകൂടെ? ഞാൻ വരണം ആ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നെ നോക്കി. നിങ്ങൾ തന്നെ പറ, എല്ലാ ദിവസവും ഡെയിലി പെട്ടിയും പാക്ക് ചെയ്ത് ഫ്ലൈറ്റിന് പോകുന്ന ഒരാൾ വന്ന് ചെയ്യുന്നതാണോ നല്ലത്, അതോ വല്ലപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാൾ വന്ന്? പക്ഷെ നമ്മൾ എക്സ്പേർട്ട് ആണ്. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡി. 5:30 ഇപ്പൊ വീട്ടിലെത്തി. വൈഫിനെ ഞാൻ പിക്ക് ചെയ്ത് വീട്ടിൽ വന്നു. ഫ്ലൈറ്റ് 10:45 അല്ല 9:45. നമ്മളിതാ എത്ര മണി? 8:30 ഇപ്പൊ 8:30 നമ്മള് 7:30 8 മണിയായപ്പോഴത്തേക്കും നമ്മള് പാക്കിങ് എല്ലാം കഴിഞ്ഞു. 8 മണിയാ? 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മള് എയർപോർട്ടിലെത്തി. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പാക്ക് ചെയ്തു. കാരണം നമുക്ക് അങ്ങനെ വേറെ ഒന്നും ഇല്ല. ഇടുന്ന തുണിയും കുറച്ച് ഷഡിങ് ചുമ്മയാണ്. എത്ര ജോഡി ചെരുപ്പെടുത്ത് വെച്ചെന്ന് ചോദിക്കും. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ പെണ്ണുങ്ങളല്ലേ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഡ്രസ് ചേഞ്ച് അല്ലെങ്കിൽ അത് ഇതൊക്കെ. ഇതങ്ങനെയല്ല. ഇതൊരു ടീഷർട്ട് ഇടും എന്നിട്ട് പോവാൻ മാറ്റില്ല. കാരണം എന്താണെന്ന് പറയാ, ഇന്നലെ മുതൽ വാർണിംഗ് കൊടുത്തു. ഈ ഇറങ്ങാൻ നേരത്ത് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്ന് ഞാൻ പറഞ്ഞോളാം. ഞാൻ ഭദ്രകാളിയാവും. അപ്പൊ ഈ പ്രാവശ്യം മാറ്റിയില്ല. നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ 8:30 കറക്റ്റ്. പോയി ചെക്കിൻ കഴിഞ്ഞു. നേരെ ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് പോകുന്നത്. കുറച്ച് നാരങ്ങ ജ്യൂസ് കുടിക്കാണ്ട്. ഓ, ഡാമേജ്. മുടി ഫോക്കസ് ചെയ്യണം. എന്താ മുടിയിൽ എന്താണ്? ഇവിടെ വാവേനാണ് എല്ലാവർക്കും ഫോക്കസ് ചെയ്യേണ്ടത്. വാവയുടെ അപ്പൊ നമ്മളിതാ നേരെ പോവാണ് ഗൈസ്. വാവേ, എന്തെങ്കിലും പറയൂ. എങ്ങോട്ടാ പോന്നേ? ടാറ്റ പോന്നോ? ബാബ. ഗൈസ്, ഇന്നലെ ആയപ്പോഴത്തേക്കും വാവയ്ക്ക് ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അസുഖം വരത്തില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല. വാവയ്ക്ക് ചെറിയൊരു മൂക്കടപ്പും ജലദോഷം പോലെ ഉണ്ട്. അവിടെ ആരാ നോക്കി ചിരിക്കുന്നത് വാവേ? നീ എടി കള്ളി, ആരോ കണ്ടാലോ അത് ചിരിച്ചോളാം കേട്ടോ. ഒരാളവിടെ നിന്ന് ഒളിച്ച് കാണിക്കും. ബൈ ബൈ. ടാറ്റ പറ വാവേ. ടാറ്റാ. പെട്ടി വിട്ടു ഗൈസ്. ഗൈസ്, ദോ കാണുന്നതാണ് ഡ്യൂട്ടി ഫ്രീ കയറാതെ നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് മോശമല്ലേ? അല്ല ഒന്നും. ഡ്യൂട്ടി ഫ്രീന്ന് സാധനം എടുത്താൽ നമുക്ക് ഈ കാർ കിട്ടും. വിൻ യുവർ ഡ്രീം. അതെ, സീ എസ് ക്ലാസ് ആണ്. ഗൈസ്, ഈ ബോട്ടിലൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. അകത്തിരിക്കുന്ന സാധനം എനിക്ക് വേണ്ട, പക്ഷെ ബോട്ടിൽ മതി. അപ്പൊ എന്ത് വേണം? ഇതൊന്നും തീരുന്നൊന്നുമില്ല. ഞാൻ തീർന്നപ്പോഴത്തേക്കും എന്താ അടുത്ത ആൾ കയറിയിട്ടുണ്ട് ബോട്ട്സിലേക്ക്. എങ്ങോട്ടാണ് പോകുന്നത്? അതില്ല.
വാവേ അച്ഛൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. വാവേ ഇങ്ങോട്ട് നോക്ക്. അച്ഛൻ നോക്കേ വാവ നോക്കുന്നില്ല. വാവേ ഫസ്റ്റ് വാവയ്ക്ക് പാല് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാൻ നോക്കി. വാവേ മെയ്വ് സി മെയ്വ് കസ്റ്റം മെയ്ഡ് ആണ്. കസ്റ്റം മെയ്ഡ്. വാവേ വാവേ പാവം നല്ല വിശന്നിരിക്കുകയായിരുന്നു പാവം. പഴം കഴിച്ചു. ഏത്തപ്പഴം പുഴുങ്ങിയത്. വാവേ വാവേ നമ്മളെ ഫ്ലൈറ്റിലാണല്ലോ നാട്ടിൽ പോണത്. എന്താ വാവേ ബസ്സിൽ? ബസ്സിലാണ് നാട്ടിൽ പോയത്. എന്താ വാവേ ബസ്സിൽ? എന്താ ബസ്സിൽ? വാവ എപ്പോഴും ഓണായിരിക്കുകയാണ്. കഴിക്കുന്നത് KFC. ഫ്ലൈറ്റില് ഫുഡ് ഉണ്ടായിട്ട് KFC കഴിക്കുന്ന ഒരാൾ ഫ്രൈസ് കഴിക്കുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ആ വാവയ്ക്കും കൊടുത്തിരിക്കുന്നു. അമ്മയും കൊള്ളാം മോളും കൊള്ളാം. അമ്മയ്ക്കും കൊള്ളാം മോളും കൊള്ളാം. ഫ്ലൈറ്റിനകത്തിരുന്ന് ഒളിച്ചിരുന്ന് KFC കഴിക്കുന്നുണ്ടോ ഒരാൾ? എന്ത് പാടയത്? KFC കൊതിച്ച് അതിനിടയ്ക്ക് വേറൊരു കൊതിച്ച് ഇവിടെ 2 കൊതിച്ചുകളും കൂടി കൈകിട്ട് തരണം. വശം 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 വശം. ഈ പറയുന്ന ആളെ കഴിക്കാത്തവണക്ക് ഇന്ന് 2 പീസ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പുറത്ത് വെച്ചാണ് കഴിച്ചത്. ദേഷ്യം വന്നെടുത്ത് തുറകളഞ്ഞു. വാവേ എന്തോ അത്? വാവേ ചെയ്യാനാ പറയുന്നുള്ളു വീണ്ടും വീണ്ടും. ഇനി നീ ലാൻഡ് ചെയ്യുന്നവരത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നോക്കിയോ തല ധരിച്ചു ഇങ്ങനെ ബെൽറ്റൂരാൻ പഠിച്ചു. ബെൽറ്റൂരി വാവേ വാവേ ബെൽറ്റൂരിക്കേ 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 ബെൽറ്റൂരി പിടിക്കല്ലേ ബെൽറ്റൂരി. വാവേ വാവേ കിടന്ന് ഉറങ്ങി. വാവേ വാവേ ഉറങ്ങാൻ സമയമായി. വാവേ ഒന്നുകൂടി മൂക്ക് വാവേ 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 കവി അങ്ങനെ ഗൈസ് അമ്മയും മോളും കൂടി എന്നെ സൈഡാക്കി.
മാവ ഇന്നൊന്നും ഉറങ്ങുന്ന കോളില്ലെന്ന് കേട്ടോ. മാവേ ആരുടെ സംസാരിക്കുന്നത്? എങ്ങോട്ട് പോവാ? ഭയങ്കര വിശേഷം പറയുന്നു ബാക്കില്. ഭയങ്കര സംസാരം. എല്ലാരെയും വായം പിടിച്ച് നോക്കാൻ. അപ്പുറത്തും ഇപ്പുറത്തും മാറി തിരിഞ്ഞ് വിശേഷങ്ങൾ പറയണം അവള്. അപ്പുറത്തുനിന്ന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം ബാവക്കുട്ടൻ ഉറക്കമായിരിക്കുകയാണ്. കൂടെ അമ്മയും നല്ല ഉറക്കമായി. ലാൻഡ് ചെയ്യാൻ സമയമായി ഗൈസ്. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു 3 പേരും. ചുമ്മാ ഞങ്ങൾ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി. നമ്മളിപ്പോ ലാൻഡ് ചെയ്യും. എന്നെ തേച്ചു ഗൈസ്, എന്നെ തേച്ചു. എനിക്ക് സ്റ്റോണറുള്ളതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല. അവക്കൊട്ടും അമ്മയും കൂടി അതിലങ്ങ് പോവാണ്. ഓ ഇവിടെ വരെ വരാനാണോ? ഞാൻ കയറി എന്നെ കൊണ്ട് ഫ്രണ്ടിലിറക്കുന്നു. താങ്ക് യു. പെട്ടിയൊക്കെ എടുത്തു. സെയിം ആനയോ? നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. യോ വാവ എവിടെ? വാവേ വാവ ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. എനിക്കൊന്നും അറിയണ്ട. ഞാനിത് എവിടെയാണ്? വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി എന്നുള്ളതാണോ? ഒരാള് ബഹളമായതുകൊണ്ട് വാവേനെ വെച്ച് ഉന്തിക്കളിച്ചോണ്ടിരിക്കുക. വാവേ
പാവയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പാവ നോക്കിയേ, കോട്ടോട്ട് മരിക്കുന്നു. വണ്ടി വന്നു വന്നു വണ്ടി വന്നു വണ്ടി വന്നു. അശ്വത് മാമൻ ആരാണ്? വിശാലമായ റോഡാണ് കണ്ടോ. ഇവിടെ ഉള്ളതില് ഏറ്റവും അടിപൊളി റോഡാണ് ഞങ്ങളുടെ കോളേജ്. കാറാണല്ലോ, ഗേറ്റ് കാണിക്കും. കാടാണ് അല്ല, ഇനി വരും ഗൈസ്. ഇപ്പൊ വരും നമ്മളെ കോളേജ്. ഞങ്ങളുടെ കോളേജ് ആണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും പഠിച്ച കോളേജാണിത്. പിന്നെ നമ്മുടെ അടിപൊളി റോഡ്. ഈ റോഡിൽ പോകുന്ന സുഖം വേറെ ഒരിടത്തുമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ഏറ്റവും അടിപൊളി റോഡ് ഇതാണ്, ഈ ബീച്ച് റോഡാണ്. അപ്പോ നമ്മളിതേ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാക്കുട്ട നല്ല ഉറക്കം, ക്ഷീണത്തിലാണ്. ഒന്നും കഴിച്ചില്ല പാവം. അത്രേ ഉള്ളു, തീർന്നു ഗൈസ്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഇനി ഫുള്ള് വ്ളോഗാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മള് എല്ലാ കാര്യങ്ങളും, കുറെ വിശേഷങ്ങളുണ്ട്, കുറെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ അതെല്ലാം വ്ളോഗ് ഇടുന്നതായിരിക്കും അല്ലേ? അപ്പോ ബൈ ബൈ, ടാറ്റ പറ ബാവേ, ടാറ്റാ. സോറി, നമ്മൾ ഉറക്കത്തിലാണ്.